നല്ലൊരു പീസ്ഫുൾ സൺറൈസ് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതേ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റും. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. ഒന്ന് വേഗം ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ലൈവ് കിച്ചൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വളരെ ഹോട്ട് ആയിട്ട് തന്നെയാണ് അവർ സെർവ് ചെയ്തത്. ഇറ്റ് വാസ് എ പ്രിറ്റി ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം നമ്മൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണാനാണ് പോയത്. ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് പ്രോപ്പർട്ടി ഈസ് എവ്രിവെയർ യു ക്യാൻ സീ ദ ഗ്രീനറി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പൊള്ളുന്ന ചൂടിലും നമുക്കൊരു തണുപ്പ് അവിടെ തോന്നിയത്. മൊത്തം ഒന്ന് നടന്നപ്പോഴേക്കും വിശപ്പിന്റെ വിളി വന്നു. നമ്മളൊരു നോൺ വെജ് താലിയാണ് പറഞ്ഞത്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. സീ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ നല്ല ഫ്രഷ് ആയിരുന്നു. ഒരു പായസം കൂടി കുടിച്ച് നമ്മൾ അവസാനിപ്പിച്ചു. ഈവനിങ് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് കസിൻസിൻ്റെ കൂടിയൊക്കെ സ്റ്റേക്കേഷന് വരാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇവർക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കൂടിയുണ്ട്. ഈവനിങ് ആകുമ്പോൾ ഔട്ട്ഡോർ ടീ സെറ്റപ്പ് ഇവർ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് തരും. സോ വി ക്യാൻ എൻജോയ് ദ ടീ വിത്ത് ദ ബാക്ക് വാട്ടർ വ്യൂ. വാവക്കുട്ടൻ ആദ്യമായിട്ട് തോണി കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. സ്കൈ ക്ലിയർ ആണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റും. ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഈ ഹോൾ സ്റ്റേക്കേഷനിലെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് വാസ് ദിസ് ആലപ്പി സ്റ്റൈൽ പ്രോൺസ് കറി. സത്യമായിട്ടും ആ ടേസ്റ്റ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ അറിയില്ല. ഇഫ് യു ആർ കമ്മിങ് ഹിയർ പ്ലീസ് ഡു ട്രൈ ദിസ് ഔട്ട്. പാലൊക്കെ കുടിച്ച് വാവക്കുട്ടൻ വേഗം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം പീസ്ഫുൾ ആയിട്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി.